നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. 2 പോലീസ് ഡ്രൈവർമാരെ പ്രതി ചേർത്തതിന് പിന്നാലെ അവർ ഒളിവിൽ പോയിരുന്നു. ഒടുവിൽ 2 പ്രതികളായ 2 പോലീസുകാരും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. താമരശ്ശേരിയിൽ നിന്നാണ് പോലീസ് ഡ്രൈവർമാരായിരുന്ന ഷൈജിത്ത്, സനിത്ത് എന്നിവരെ പിടികൂടിയത്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അനാശാസ്യ കേന്ദ്രം ഇവരുടേതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദുവിന്റെ സുഹൃത്ത് ബാലുശ്ശേരി സ്വദേശി അമനീഷിന്റെ അക്കൗണ്ടിൽ നിന്ന് പോലീസുകാരനായ ഷൈജിത്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി ലക്ഷക്കണക്കിന് രൂപ വന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ പോലീസുകാർക്ക് ഈ സെക്സ് റാക്കറ്റിൽ പങ്കുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ 2 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചാണ് സസ്പെൻഡ് ചെയ്തതാണ്. പിന്നാലെ ഇവർ ഒളിവിലും പോയതാണ്. എവിടെ നിന്നാണ് ഈ 2 പ്രതികളെയും, പോലീസുകാരായ 2 പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞത്? ടോമോ, കഴിഞ്ഞ ജൂൺ 6-നാണ് ഈ മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ നടക്കാവ് പോലീസ് റെയ്ഡ് നടത്തുകയും ബിന്ദു അടക്കമുള്ള 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിനുശേഷം ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിയത്. അതായത് ബിന്ദു വ്യക്തമാക്കിയത് 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പെൺവാണിഭ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാർ അല്ലെങ്കിൽ ഉടമകൾ എന്ന രീതിയിലാണ് പറഞ്ഞത്. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുകയും ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് കോൾ രജിസ്റ്റർ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബിന്ദുവുമായുള്ള ഇടപാടുകൾ കൂടുതൽ മറ നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഈ കേസിലെ 10ഉം 11ഉം പ്രതികളെ 2 ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുകയും ചെയ്തത്. എന്തായാലും ഈ പ്രതി ചേർക്കപ്പെട്ടതോടുകൂടി തന്നെ ഈ പ്രതികൾ ഒളിവിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് പല ഇടങ്ങളിൽ നിന്നും അവർ മൊബൈൽ ഫോണൊക്കെ പലപ്പോഴും ഉപയോഗിച്ചെങ്കിൽ പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ഇവരെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പോലീസ് ഈ 2 ഉദ്യോഗസ്ഥരുടെയും വീടുകളിലെത്തി പരിശോധന നടത്തുകയും അവരുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥർ 2 പേരും അവരുടെ മറ്റ് രേഖകളുമൊക്കെയാണ്, അതായത് വിലപ്പെട്ട രേഖകളുമൊക്കെയാണ് അവർ പുറപ്പെട്ടു പോവുകയും ചെയ്തത്. എന്തായാലും ഇതിന് പിന്നാലെ ഈ ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇറക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തി. കാരണം ഈ പ്രതികളുടെ 2 പേരുടെയും പാസ്പോർട്ട് അടക്കം പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ സംബന്ധിച്ച സന്ദേശം പോവുകയും ചെയ്തു. ഇതിനിടയിൽ പ്രതികൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഈ താമരശ്ശേരിയിൽ പ്രതികൾ ഉണ്ട് എന്ന ഒരു വിവരം ലഭിക്കുകയും താമരശ്ശേരിയിൽ നിന്നും ഈ പ്രതികളെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ടൗൺ പോലീസ് സ്റ്റേഷനിലായിരുന്നു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയത്. പിന്നീട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ പെൺവാണിഭ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോലീസിനുള്ളിൽ തന്നെ ഇക്കാര്യത്തെക്കുറിച്ചൊരു ധാരണ ലഭിച്ചിരുന്നു. ഈ പെൺവാണിഭ കേന്ദ്രം ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ കൃത്യമായ ഒരു കെണിയിലാക്കാൻ ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ സ്ഥലത്തു നിന്നും പിടികൂടാനുള്ള ഒരു നീക്കങ്ങളാണ് രഹസ്യമായി അണിയറയിൽ നടന്നത്. പക്ഷേ എല്ലാ ദിവസവും ഈ പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് എത്തി അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ഈ 2 ഉദ്യോഗസ്ഥരും ഈ റെയ്ഡ് നടന്ന ദിവസം എന്തായാലും യാദൃശ്യവശാൽ അവിടെ ഉണ്ടാവാത്ത സാഹചര്യവും മറ്റു ബിന്ദു അടക്കമുള്ള മറ്റാളുകളെയും ഇടപാടുകാരെയും മാത്രമാണ് പോലീസിന് പിടികൂടാൻ കഴിയുകയും ചെയ്തത്. അതായത് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നിയമപാലകരായ അല്ലെങ്കിൽ ഇത്തരം അനാശാസ്യ കേന്ദ്രങ്ങളെ പൂട്ടേണ്ട, ഇത്തരം അനാശാസ്യപരമായ കാര്യങ്ങൾക്ക് ഒരിക്കലും കുടപിടിക്കേണ്ടവരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് നടത്തുകയും ഈ അറസ്റ്റിലേക്ക് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അനീഷ്, 2022-23 കാലയളവിൽ, അതായത് 2 വർഷം മുൻപ് കോഴിക്കോട് നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അനാശാസ്യ കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഈ പോലീസുകാരും ഇടപാടുകാരി ബിന്ദുവും തമ്മിൽ അടുക്കുന്നത്. പിന്നീട് ഇവർ ഈ പെൺവാണിഭ ഇടപാടിൻ്റെ ഭാഗമാവുകയായിരുന്നോ അതോ ഈ മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേന്ദ്രം അതിൻ്റെ നടത്തിപ്പുകാർ ഈ പോലീസുകാരായിരുന്നോ? അതായത് ഇവരുടെ നേതൃത്വത്തിൽ ഈ പെൺവാണിഭ കേന്ദ്രം തഴച്ചു വളർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അനീഷ്?
തീർച്ചയായും 2023-22 കാലത്താണ് ഈ ബിന്ദുവിനെ ഈ അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്നത്. അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ രണ്ടുപേരും. അന്നാണ് ബിന്ദുവിനെ ആദ്യമായി കാണുകയും ചെയ്യുന്നത്. പിന്നീട് ബിന്ദുവുമായി അടുത്ത പരിചയത്തിലേക്ക് ഇവർ മാറുകയും കൃത്യമായ പണം ഉണ്ടാക്കാനുള്ളൊരു കുറുക്കുവഴി എന്ന രീതിയിൽ ഈ വെൺവാണിഭത്തെ അല്ലെങ്കിൽ മാംസക്കച്ചവടത്തെ ഇവർ കാണുകയും ചെയ്തു. അങ്ങനെ ബിന്ദുവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. ആദ്യം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഈ അനാശാസ്യ കേന്ദ്രം ഇവർ നടത്തി വന്നിരുന്നതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ഈ മെഡിക്കൽ കോളേജിലെ ചില ഉദ്യോഗസ്ഥരുടെ മാറ്റങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് അവർ മെഡിക്കൽ കോളേജിൽ നിന്നും തട്ടകം മാറ്റുകയും നഗരഹൃദയത്തിലേക്ക്, അതായത് മലാപ്പറമ്പ് ഭാഗത്തേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറ്റുകയുമാണ് ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നുമൊക്കെ ഈ സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്ന പല ഗ്യാങ്ങുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളിൽ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഈ ബിന്ദു എന്ന നടത്തിപ്പുകാരിക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ബിന്ദുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും പലപ്പോഴും പണം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം പണം നൽകിയിരിക്കുന്നത് ബിന്ദുവിൻ്റെ കൂടെ സുഹൃത്തായ ബാലുശ്ശേരി സ്വദേശിയായ അമനീഷ് എന്ന ആൾക്കായിരുന്നു. അയാൾ വിദേശത്താണുള്ളത്. അയാളുടെ അക്കൗണ്ടുകൾ പക്ഷേ നാട്ടിൽ കൈകാര്യം ചെയ്യുന്നത് ഈ ഗൂഗിൾ പേയും മറ്റ് ഇലക്ട്രോണിക് മാതൃകയിലുള്ള രീതിയിലുള്ള അക്കൗണ്ട് ഇടപാടുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ബിന്ദുവാണ്. അങ്ങനെ അമനീഷിൻ്റെ അക്കൗണ്ടിലേക്ക് ബിന്ദു പണം നൽകുന്നു. അമനീഷ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്നു, ആ അക്കൗണ്ടിലേക്ക് കൈമാറ്റുന്നു. അങ്ങനെ ഒരു കൃത്യമായ പോലീസ് ബുദ്ധി തന്നെ ഈ ഉദ്യോഗസ്ഥർ കാണിച്ചു. കാരണം നേരിട്ട് ബിന്ദുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരുപാട് പണം ഒഴുകിയെത്തിയാൽ പിന്നീട് ഒരു അന്വേഷണം വരുമ്പോഴൊക്കെ എങ്ങനെ ഈ സദാചാര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്തിനു പോലീസുകാർക്ക് പണം നൽകുന്നു എന്നൊരു ചോദ്യം ഉയരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് സാമ്പത്തിക സ്രോതസ് വെളിവാക്കാൻ കഴിയുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയാണ് പല തവണയായി ഈ അമനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. അത് ഈ നിലവിൽ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ആദ്യം നിലനിന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജ് പരിസരത്ത് കൃത്യമായി ഈ അനാശാസ്യ കേന്ദ്ര നടത്തിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് മലാപ്പറമ്പിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുകയും ചെയ്തത്. പക്ഷേ മലാപ്പറമ്പിൽ ഈ അനാശാസ്യ കേന്ദ്രം നടത്തുമ്പോഴും അപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർത്തുന്ന ആളുകളോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കുമായി മറ്റും പോകുന്ന ആളുകളാണ് അവരുടെ ടെസ്റ്റിനായി വന്നതാണ് അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാരാണ് എന്നൊക്കെയുള്ള രീതിയാണ് പറയുന്നത്. കാരണം ആ മേഖലകളിലൊക്കെ ആശുപത്രികൾ ഒരുപാടുണ്ട്. മെഡിക്കൽ കോളേജുമായി ഒരുപാട് ദൂരമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ താൽക്കാലിക ചികിത്സാ സംവിധാനങ്ങൾക്കായി ആളുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പലപ്പോഴും പരിശോധനകൾക്കായും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്കുമായൊക്കെ എത്തുമ്പോൾ ഇത്തരം അപ്പാർട്ട്മെൻറ്റുകളിൽ തങ്ങിയാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് എന്നും ഒരേ ആളുകളാവില്ല വരുന്നത്. പലപ്പോഴും പല തരത്തിലുള്ള ആളുകൾ അവിടെ വരാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഈ സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. അതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ തണലും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ തഴച്ചു വളരും. മനീഷ്, ഇവിടെ ഈ ഇടപാടുകാരെയും സ്ത്രീകളെയും ഒക്കെ എത്തിച്ചിരുന്നതിൽ ഈ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഉന്നതർ ഇതുപോലെ ഈ സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിലെ നിത്യ സന്ദർശകരായിരുന്നോ? മറ്റേതെങ്കിലും കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടോ അനീഷ്? ടോം, 2 കാര്യങ്ങളാണ് ഇനിയും അറിയേണ്ടത്. കാരണം 2 സിവിൽ പോലീസ് ഓഫീസർമാർ മാത്രമാണോ ഇത്തരമൊരു വലിയ റാക്കറ്റിൻ്റെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ ഇത്തരമൊരു റാക്കറ്റ് നടത്തിക്കൊണ്ടു പോകുന്ന ഈ 2 ഉദ്യോഗസ്ഥർ മാത്രമാണോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മറ്റു ഏതെങ്കിലും ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരായ ആളുകളോ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ഇവർ മാത്രമാണോ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയതെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ സേനയിലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലുള്ള ആളുകളൊക്കെ ഈ ഫ്ലാറ്റിലെ സന്ദർശകരായിരുന്നോ? അവരും ഈ രീതിയിൽ ഈ അധികാരം ദുർവിനിയോഗം ചെയ്ത് ഇത്തരം ഇടങ്ങളിൽ പോയിരുന്നു എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ വളരെ തുച്ഛമായ പണത്തിനാണ് വിവിധയിടങ്ങളിൽ നിന്നുള്ള അശരണരായ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ ഒരുപാട് പാടുപെടുന്ന പെൺകുട്ടികളെ കണ്ടെത്തുകയും അവരെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ മറ്റുള്ളവർക്കായി കച്ചവടം ചെയ്യുന്ന ഒരു പ്രവണത. പക്ഷേ പലപ്പോഴും വളരെ കുറഞ്ഞ പൈസയാണ് ഈ പെൺകുട്ടികൾക്ക് നൽകിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ദിവസം മാത്രം 1 ലക്ഷം രൂപയിലധികം വരുമാനം ഈ സ്ഥലത്ത് നിന്നും
നിന്നും കിട്ടിയെന്നാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഓരോ സ്ത്രീകൾക്കും ഈ പലയിടങ്ങളിൽ നിന്ന് എത്തുന്ന പെൺകുട്ടികൾക്കുമൊക്കെ തുച്ഛമായ പണം മാത്രമാണ് നൽകിയിരുന്നത്. അതിൻ്റെ എത്രയോ മടങ്ങ് പണമാണ് ഈ പോലീസുകാർക്കും ബിന്ദുവിനുമൊക്കെ ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും, ഒന്ന് ഈ സ്ഥാപനത്തിൽ നിത്യസന്ദർശകരായി സേനയിൽ നിന്നുള്ള ആളുകളുണ്ടോ അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ ജോലിക്കാർ ഉണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്നതിൽ ഏതൊക്കെ തലത്തിൽ ഇടപെടലുകൾ നടന്നു, ഇനിയും ഈ മുതിർന്ന സ്ത്രീകൾ മാത്രമാണോ ഉള്ളത്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഇത്തരത്തിൽ ഈ കച്ചവടത്തിനായി ഉപയോഗിച്ചു എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ രണ്ട് പ്രതികളെ കസ്റ്റഡിയിലാവുന്നതായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഘടകം. സനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രതികൾ ഒരുപക്ഷെ പിടിയിലാകും. നിലവിൽ പോലീസ് ഡ്രൈവർമാരായിട്ടുള്ള 2 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റായ. 2 പേരും ഒളിവിലായിരുന്നു, 2 പേരും നിലവിൽ സസ്പെൻഷനിലാണ്. ഇതുപോലെ അനാശാസ്യ കേന്ദ്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നടത്തിപ്പുകാരൊക്കെ ആയിട്ടുള്ള പോലീസുകാർക്കെതിരെ കടുത്ത നടപടിയാണ് ഉന്നതർ സ്വീകരിക്കേണ്ടത്.